ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മളെല്ലാവരും ആദരിക്കുന്ന KPCC പ്രസിഡന്റ് ചുമതല നടത്തുന്ന ശ്രീ MM ഹസൻജി, നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, തിരുവനന്തപുരം ജില്ലയിലത്തെ മറ്റേ ഭാഗത്തിലത്തെ നമ്മളുടെ പ്രതിനിധിയും സ്ഥാനാർത്ഥിയുമായ ശ്രീ അടൂർ പ്രകാശ്, വേദിയിൽ വിശ്വസിച്ചിരിക്കുന്ന എല്ലാ ബഹുമാന്യരെ പല നേതാക്കളുണ്ട്, ആരുടെയും പേരെടുക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി വിശ്വാസികളെ, ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മളൊന്ന് കൂടിയിരിക്കുന്നത് ഈ CAA നിയമത്തിനെക്കുറിച്ച് സംസാരിക്കാനാണ്. പക്ഷെ അതിന്റെ ആരംഭിക്കുന്ന മുമ്പ് ഞാൻ രണ്ട് വാക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കണം. അദ്ദേഹം പറഞ്ഞത് 100% നിങ്ങൾ കേൾക്കണം. ഈ മോദി സർക്കാരിന്റെ സ്ഥാനാർത്ഥി ഇവിടെ തിരുവനന്തപുരത്ത് ഓടി നടന്നിട്ട് ഓരോരോ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒറ്റ കാര്യമേ ചൂണ്ടിക്കാണിക്കാനുള്ളൂ. നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാത്ത ഒരു പാർട്ടിയാണ് നമ്മുടെ ഈ രാജ്യത്തിൽ ഭരിക്കുന്നത്. തിരുവനന്തപുരത്തിനും കേരളത്തിനു വേണ്ടി 3 വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചത് ഒരൊറ്റൊന്നും നടന്നിട്ടില്ല. തിരുവനന്തപുരത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷിനെ അവരൊരു നാഷണൽ യൂണിവേഴ്സിറ്റിയായിട്ട് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞ് പാർലമെന്റിന്റെ ഫ്ലോറിൽ പ്രഖ്യാപിച്ച വാഗ്ദാനം അവർ പൂർത്തിയാക്കിയിട്ടില്ല. അത് മാത്രമല്ല, ആ അപ്ഗ്രേഡഡ് നാഷണൽ യൂണിവേഴ്സിറ്റി അവർ നോർത്ത് ഈസ്റ്റില് ഏതോ ഒരു സംസ്ഥാനത്തിൽ കൊണ്ടുപോയി കൊടുത്തു. ഞാൻ ഈ വിഷയത്തെ ഒരു ഒഫീഷ്യൽ ഔപചാരികമായിട്ടൊരു പ്രൊട്ടസ്റ്റ് പാർലമെന്ററി കമ്മിറ്റി ഓൺ അഷുറൻസസ് എഴുതി പറഞ്ഞിട്ടുണ്ട്. ഒരു വാഗ്ദാനം കൊടുത്ത ശേഷം, പാർലമെന്റിന്റെ ഫ്ലോറൽ വാഗ്ദാനം കൊടുത്ത ശേഷം കാരണം പറയാതെ ആ വാഗ്ദാനത്തിനെ പാലിച്ചാതിരിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ സർക്കാർ നാണക്കേട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് എയിംസ് വരാമെന്ന് പറഞ്ഞിട്ട് 10 വർഷമായി ഇതുവരെ എയിംസ് വന്നിട്ടില്ല നമ്മുടെ കേരളത്തിൽ. കേരളത്തിലൊരു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആയുർവേദ കൊണ്ടുവന്ന് പറഞ്ഞു. ഇവിടെ തിരുവനന്തപുരത്ത് അവരുടെ ആയുഷ് മന്ത്രി വന്നിട്ട് ഈ വാഗ്ദാനം വീണ്ടും പറഞ്ഞു. എവിടെ നമ്മുടെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആയുർവേദ ഒരേത്തൊന്ന് സ്ഥാപിച്ചതിന്റെ ഗുജറാത്തിലാണ്. ഇതാണ് BJPയുടെ കളി. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ എല്ലാ വർഷവും എല്ലാ അവസരത്തിലും വാഗ്ദാനങ്ങൾ അവര് ശരിക്ക് നമ്മൾ ചില കല്യാണത്തിൽ അരി എറിയുന്ന പോലെയാണ് അവരെല്ലാവരും വാഗ്ദാനങ്ങൾ എറിയുന്നത്. ഇതിനെ പൂർത്തിയാക്കാൻ കഴിവില്ലാത്ത ഒരു സർക്കാരാണ് നമ്മുടെ ഈ രാജ്യത്ത് ഭരിക്കുന്നത്. ഒരിക്കലും മറക്കരുത്. ശ്രീ സതീശൻ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ വാക്ക് പഴയ ചാക്കിന്റെ വിലയുള്ളൂ. അത് ജനങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ ഇന്ന് നിങ്ങളൊപ്പം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അവര് മുദ്രാവാക്യം സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസാണ് 3ാമത്തെ ഭാഗം. അതിനെ മലയാളത്തിലാക്കിയാൽ എല്ലാവർക്കും പ്രയാസം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് BJP നമ്മുടെ ഭരിക്കുന്നത്. അതാണ് സത്യം. അങ്ങനെയാണ് നമ്മൾക്ക് കാണേണ്ടത്. ഇവര് കൊടുക്കുന്ന വാഗ്ദാനങ്ങളും വെല്ലുവിളിയായിട്ടല്ല, വെറും പച്ച നുണയായിട്ടാണ്. അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഇതിനൊക്കെ ചൂണ്ടിക്കാണിച്ചതിന് ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു നന്ദി പറയട്ടെ. അതിന്റെ ഒപ്പം നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ CAA അർത്ഥമാണ്. നമുക്ക് ചെറിയൊരു ചരിത്രം മനസ്സിലാക്കാൻ ആവശ്യമുണ്ട്. 1947 വലിയ വെല്ലുവിളിയായിരുന്നു. ഈ രാജ്യത്തെ 2 രാജ്യമായിട്ട് ഭിന്നിച്ചു. ആ ഒരേ സമയത്ത് അടുത്ത 5 വർഷത്തിനകത്ത് ഇതേപോലെ നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, വെസ്റ്റ് ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി, നോർത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാമായിട്ട് പല രാജ്യങ്ങൾ ഭിന്നിച്ചുപോയി. പക്ഷെ അവരെല്ലാവരുടെയും അടിസ്ഥാനം എന്തായിരുന്നു? ഐഡിയോളജി. ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണം, മറ്റേ ഭാഗത്ത് ക്യാപിറ്റലിസ്റ്റ് വിശ്വാസികളുടെ ഭരണം. ഭാരതത്തിൽ അതായിരുന്നില്ല. ഭാരതത്തിൽ എന്തായിരുന്നു നമ്മൾ ഭിന്നിച്ചത്? ഒരൊറ്റ പ്രശ്നം മാത്രം. ചിലവർ പറഞ്ഞു, ഞങ്ങളുടെ ദേശീയത ഞങ്ങളുടെ മതത്തിലാണ്, ഞങ്ങളുടെ മതത്തിന്റെ പേരിൽ ഞങ്ങൾ രാജ്യം സ്ഥാപിക്കും. അങ്ങനെ അവർ പോയി പാകിസ്ഥാൻ സ്ഥാപിച്ചു. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ സ്വതന്ത്ര സംഘർഷം നയിക്കുന്ന മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കർ, അവരെല്ലാവരും എന്ത് പറഞ്ഞു? അല്ല, ഞങ്ങളുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ പൗരത്വം മതത്തിലല്ല, ജാതിയിലല്ല, ഭാഷയിലല്ല, നിറത്തിലല്ല, ഏത് സംസ്ഥാനങ്ങൾ ജനിച്ചു അതിന്റെയുമല്ല അടിസ്ഥാനത്തിൽ നമ്മളുടെ ഭരണഘടന എല്ലാവരും ഒന്നായി കാണും. നിങ്ങളുടെ മതം ഏതായാലും, നിങ്ങളുടെ ജാതി ഏതായാലും, നിങ്ങളുടെ ഭാഷ ഏതായാലും, നിങ്ങളുടെ ജന്മസ്ഥലം ഏതായാലും ഒന്നും പ്രശ്നമല്ല. നിങ്ങൾ ഭാരതീയ പൗരനായാൽ എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കണം. അതാണ് നമ്മളുടെ ഭരണഘടന പ്രഖ്യാപിച്ചത്. അതാണ് 75 വർഷമായിട്ട് നമ്മുടെ രാജ്യം ഇതുവരെ നടന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇന്ന് എന്താ നമ്മൾ കാണുന്നത്?
CAA പേരിൽ, സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിന്റെ പേരിൽ അവര് ആദ്യത്തെ തവണ നമ്മുടെ ചരിത്രത്തിൽ മതത്തിനെ പൗരത്വത്തിന്റെ അകത്ത് കൊണ്ടുവന്നു. അത് ഒരു സംശയവുമില്ല നമ്മുടെ ഭരണഘടന ലംഘനമാണ്. ഇതിനെ നമ്മൾ ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല. എന്ന് മാത്രമല്ല, പാർലമെന്റിൽ ഈ ബില്ല് കൊണ്ടുവന്ന ദിനം തന്നെ ഞാൻ എണീച്ചു നിന്നിട്ട് ഇതിനെ എതിർച്ച കാര്യമാണ്. ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല, ഇത് നമ്മുടെ ഭരണഘടന വിരുദ്ധമാണെന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചത് നിങ്ങൾ യൂട്യൂബിൽ കാണാം. അത് കഴിഞ്ഞിട്ട് CAA ചർച്ച വന്നപ്പോഴും ഞാൻ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി സംസാരിച്ചു, ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിച്ചു. നിങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ച് ഇതാണ് നിങ്ങളിത് ചെയ്യുന്നത് മുഹമ്മദ് അലി ജിന്നയ്ക്ക് ഒരു വിജയം കൊടുക്കുന്നതാണ്. ഞാനാണത് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, പാകിസ്ഥാൻ ഉണ്ടാക്കിയവർ പറഞ്ഞു മതത്തിന്റെ അടിസ്ഥാനത്താണ് ദേശീയത. ഭാരതം ഉണ്ടാക്കിയവർ പറഞ്ഞു അല്ല, നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ഒരു രാജ്യമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ജിന്നയ്ക്ക് ഒരു വിജയം കൊടുത്തു. നിങ്ങൾ പൗരത്വത്തിൽ നിങ്ങളൊരു മതത്തിന്റെ ഒരു അടിസ്ഥാനം കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ അതിനെയും കാട്ടി കൂടുതൽ ചിന്തിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. എന്താ കാരണം? നമ്മളുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരള അംഗീകരിക്കില്ല എന്നല്ല പ്രശ്നം. പല സംസ്ഥാനങ്ങളും ഇതിനെ എതിർച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിയമം നിങ്ങൾ കണ്ടു, റൂൾസ് വായിച്ചവർക്ക് അറിയാം, ഇത് കേന്ദ്രത്തിന്റെ ഹോം മിനിസ്ട്രി മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. ഏത് സംസ്ഥാനത്തിനും ഇതിലൊരു റോളില്ല. ഇവര് 2014 മുമ്പ് അയൽവാസി രാജ്യങ്ങളിൽ നിന്ന് വന്ന ചില മതത്തിന്റെ വ്യക്തികൾക്ക് മാത്രം ഒരു ഫാസ്റ്റ് ട്രാക്ക് സിറ്റിസൺഷിപ്പ്, പൗരത്വം 2 വർഷത്തിനകത്ത് കൊടുക്കാൻ ഉള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. അത് ഒരൊറ്റ സമുദായം, നമ്മുടെ ഭാരതത്തിൽ അറിയപ്പെടുന്ന സമുദായങ്ങളിൽ, ശരി, യഹൂദി സമുദായം ഒരു വിട്ടുപോയിട്ടുണ്ട്. അതിന്റെ ഒപ്പം മുസ്ലിം സമുദായത്തിന്, ഇസ്ലാമിക് സമുദായത്തിന് പേര് മാത്രം ഇതിലില്ല. അത് നേരിട്ട് ഒരു സമുദായത്തിനെ ആക്ഷേപിച്ച് ചെയ്യുന്ന ഒരു തീരുമാനമാണ്. അതിന്റെ ഒപ്പം നമ്മൾ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ എന്ത് പറഞ്ഞു ലോക്സഭയിൽ? നിങ്ങൾ മറക്കരുത്, ഡിസംബർ 10-ാം തീയതി അദ്ദേഹം നിന്നിട്ട് ഈ ഒരേ വാക്കുകൾ 2 ദിവസം കഴിഞ്ഞ് രാജ്യസഭയിലും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ക്രോണോളജി സംശയെ, ക്രോണോളജി മനസ്സിലാക്കൂ. എന്താണ് ക്രോണോളജി? ആദ്യം ഞങ്ങൾ ഈ CAA കൊണ്ടുവന്നു, അടുത്തത് ഒരു നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. അതിന്റെ അർത്ഥം എന്താണ്? അവര് ഇത് കൊണ്ടുവന്ന ശേഷം എല്ലാവരുടെയും പോയി ജനങ്ങളോട് ചോദിക്കാൻ അവർക്ക് അവകാശമുണ്ടാവും. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസിൽ നിങ്ങളുടെ പേര് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് കാണിച്ചു തരൂ, നിങ്ങൾ ഇന്ത്യനാണ്. ഹിന്ദുക്കൾക്ക് പ്രശ്നമുണ്ടാവില്ല, അവരെന്തായാലും ഈ CAA അകത്ത് വന്നുവല്ലോ. അതുപോലെ തന്നെ ഇപ്പോ തൽക്കാലത്തിൽ എന്തായാലും ക്രിസ്ത്യൻസും ബുദ്ധിസ്റ്റും സിഖ്സും അവരൊന്നും പ്രശ്നമില്ല. ഒരു മുസ്ലിമിന് അഥവാ അദ്ദേഹത്തിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ സാധിച്ചില്ല, അദ്ദേഹത്തിന് വേറെ ഒരു തെളിവില്ല, ഡോക്യുമെന്റ് തെളിവില്ല, എന്ത് പറ്റും അദ്ദേഹത്തിന്? അദ്ദേഹത്തിന്റെ പൗരത്വവും അദ്ദേഹത്തിന്റെ വോട്ടവകാശവും എല്ലാവരും പിൻവലിക്കും. ഇതാണ് ക്രോണോളജി സംഖ്യയുടെ അർത്ഥം. അതായിരുന്നു അവരുടെ ഉദ്ദേശം. ഈ അപകടം നമ്മൾക്ക് ആ സമയത്ത് തന്നെ മനസ്സിലാക്കി നമ്മൾ സംസാരിച്ചു. ഞാൻ അഭിമാനത്തോട് പറയുന്നു, ഷഹീൻ ബാഗില് പല പ്രായമുള്ള മുത്തശ്ശിമാര് ഇരുന്നിട്ട് പ്രതിഷേധം ചെയ്തപ്പോൾ ഞാനായിരുന്നു ആദ്യത്തെ രാഷ്ട്രീയക്കാരൻ അവിടെ പോയിട്ട് അവരോട് സംസാരിക്കാൻ. ഈ വിഷയത്തിൽ ഞാൻ ആരെയും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ കാണുന്നതല്ല. നിങ്ങൾ മുസ്ലിമാണോ അല്ല പ്രശ്നം, നിങ്ങൾ ഭാരതീയ പൗരനാണ്. നിങ്ങളുടെ പൗരത്വത്തിനെ ഇങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യാൻ, ഒരു വെല്ലുവിളി കൊടുക്കാൻ നമ്മൾ സമ്മതിക്കരുത്. ഇതാണ് അടിസ്ഥാനത്തിന്റെ നമ്മളുടെ ഒരു മൂല്യം. അതാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്ന് ചൂണ്ടിക്കാണിക്കണം. അതിന്റെ ഒപ്പം എന്താണ് നമ്മൾക്ക് അറിയേണ്ടത്? നമ്മളുടെ മുസ്ലിം ലീഗ് സുഹൃത്തുക്കൾ സുപ്രീം കോടതിക്ക് പോയിട്ടുണ്ട്. അവർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവരും എതിരെ പിന്തുണ കൊടുക്കണം ഈ കാര്യത്തിൽ. കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ അംഗമായിട്ട് ഞാൻ ഉത്തരവാദിത്വം എടുത്ത് പറയുന്നു, ഈ മാനിഫെസ്റ്റോ നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ വിഷയത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നില്ല. നമ്മൾ ഭരണത്തിൽ വന്നാൽ CAA നമ്മൾ പിൻവലിക്കുന്നു, ഞാൻ വാക്ക് തരുന്നു. ഒരിക്കലും ഈ ലോയിനെ നമ്മൾ തുടരാൻ സമ്മതിക്കില്ല. ഇത് ഭരണഘടനാ ലംഘനമാണ്. ഇത് നമ്മുടെ ഭാരതത്തിന്റെ ഒരു ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്, ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പം മഹാത്മാഗാന്ധിക്കും നെഹ്റുജിനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പത്തിന്റെ വിരുദ്ധമാണ്. അതൊരിക്കലും നമ്മൾക്ക് സമ്മതിക്കാൻ സാധിക്കില്ല. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിച്ചത്. രാജ്ഭവന്റെ മുമ്പിൽ നിന്നിട്ട് പറയുന്നു, ഇന്ന് അവർ CAA റൂൾ പ്രഖ്യാപിച്ചു. നാളെ അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ NRC ഇറക്കും. അതാണ് ക്രോണോളജി സംഖ്യ എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം. ആ മുദ്രാവാക്യം എന്തിനാണ്, ആർക്ക് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്?
നമ്മൾക്കറിയാം എന്താണ് അവരുടെ അജണ്ട ഈ തെരഞ്ഞെടുപ്പിലും ഈ വരാൻ പോകുന്ന അടുത്ത അവരുടെ ആഗ്രഹത്തിൽ വരാൻ പോകുന്ന അടുത്ത ഭരണത്തിൽ. അതിനാണ് നമ്മൾ ശക്തമായിട്ട് എതിർക്കുന്നത്. അവർക്ക് ഇത്ര എളുപ്പമല്ല ഈ തവണ, നിങ്ങൾ എല്ലാവർക്കും അറിയാം. അവർക്ക് ശക്തമായുള്ള സംസ്ഥാനങ്ങളിലെ എല്ലാറ്റിലും അവർ മാക്സ് ഔട്ട് ചെയ്തു കഴിഞ്ഞു 2019. അവർക്ക് ഒരിക്കലും സീറ്റുകൾ കൂടാനുള്ള മാർഗമില്ല. എവിടെ നോക്കിയാലും കോൺഗ്രസ് പാർട്ടിയുടെ ശക്തം കണ്ടാൽ എല്ലാ സംസ്ഥാനത്തിലും അവർക്ക് വീഴ്ച മാത്രമേ സാധ്യതയുള്ളൂ. അത് കണ്ടാൽ അവർക്ക് ആ 303 കൂടി കിട്ടാൻ സാധ്യതയില്ല. 370 സംസാരിക്കുന്ന അർത്ഥമില്ലാത്തൊരു സംസാരമാണ്. ആ 303 കിട്ടിയിട്ടില്ലെങ്കിൽ 270 അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അതാണ് 272 ഭൂരിപക്ഷം. അതുകൊണ്ടല്ലേ പ്രധാനമന്ത്രി മോദി ഇപ്പോൾ ആക്ഷേപിച്ച് NDA പുറത്താക്കിയ പാർട്ടികളെ ഇപ്പൊ പോയിട്ട് കെഞ്ചി തിരിച്ചു വിളിക്കുന്നത്? അവർക്ക് തോൽവിയുടെ ഭയത്തിന്റെ ഒരു തെളിവല്ലേ? അവരെന്താ ചെയ്തിരിക്കുന്നത്? നരേന്ദ്രമോദിയെ തെറി വിളിച്ച ചന്ദ്രബാബു നായിഡു, ഭീകരവാദി എന്ന് പറഞ്ഞ ചന്ദ്രബാബു നായിഡുവിനെ ഇപ്പൊ അവർ വീണ്ടും NDAയിൽ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. നവീൻ പട്നായിക്കിന്റെ ഒപ്പം 2009 തെരഞ്ഞെടുപ്പിലെ അവരെ പുറത്താക്കിയതായിരുന്നു. ഇപ്പോ അദ്ദേഹത്തിനടുത്ത് പോയി കെഞ്ചിയിട്ട് ഞങ്ങളൊപ്പം വരൂ എന്ന് പറയുന്നു. അക്കാലിദളും ഓരോരോ പാർട്ടികൾ ഇന്നാള് അവർ പുറത്താക്കിയവരെ അവർ വീണ്ടും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം അവരുടെ ഭയത്തിന്റെ ഒരു തെളിവാണ് സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, BJP ഭരണം ഈ തവണ അവർ പറയുന്ന പോലെ എളുപ്പമൊന്നും ആയിരിക്കാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് മനസ്സിലാക്കണം, ഞങ്ങൾ ശക്തമായി നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും അടുത്ത ഭരണം ഉറപ്പമായിട്ട് ജയിക്കും. ഉറപ്പമായിട്ട് നമ്മുടെ സർക്കാർ വരുമ്പോൾ ഈ CAA-നെ ശ്രീ MM ഹസൻ പറഞ്ഞ പോലെ, ഞങ്ങൾക്ക് തന്ന മുദ്രാവാക്യം പോലെ ഈ CAA-നെ അറബിക്കടലിൽ നമ്മൾ വലിച്ചെറിയാൻ പോവുകയാണ്. അത് മുങ്ങാൻ കാണുമ്പോൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നമ്മൾ വീണ്ടും സംരക്ഷിച്ചു എന്ന ഒരു സന്ദേശം ജനങ്ങളുടെ അടിയിലെത്തും. അത് മാത്രം പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഞങ്ങൾ പിന്തുണന്നതിന് ഞാൻ ഒരിക്കലും കൂടി നന്ദി പറഞ്ഞിട്ട്, ഈ സ്ഥലത്തിന്റെ ഒരു പ്രതിനിധി ആയിട്ടും ഇനിയും ആവാൻ ആഗ്രഹിച്ചിട്ടും ഞാൻ നിങ്ങൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.